ഹലോ, സൺഡേ സ്പെഷ്യലായി വീട്ടിൽ തയ്യാറാക്കുന്ന രുചികരമായ ഒരു ചിക്കൻ കറിയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ആദ്യം വേണ്ട ചേരുവകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്ത് തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി സബോള, തക്കാളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇവയെല്ലാം ഒന്ന് വേറെ വേറെയായിട്ട് അരച്ചെടുക്കണേ. ഇതുപോലെ. ഇനി പാത്രത്തിൽ എണ്ണ ചൂടാക്കി മസാല തേച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഓരോന്നോരോന്നായിട്ട് വറുത്ത് കോരിയെടുക്കാം. നല്ലോണം വറുക്കേണ്ടതില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയാൽ മതി. ഇതുപോലെ കറി വെക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. എൻ്റെ അറിവിൽ പകുതി മുക്കാലും പേര് വേവിച്ചിട്ടാണ് ചിക്കൻ കറി വെക്കുന്നത്. ഇതേപോലെ വറുത്ത് വെക്കുന്നവർ എൻ്റെ അറിവിൽ അങ്ങനെ ആരും ഇതുവരെ കേട്ടിട്ടില്ല. അപ്പോൾ മസാല തേച്ച് വെച്ചിട്ടുള്ള എല്ലാ ചിക്കനും ഇതുപോലെ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ശേഷം ആ സെയിം എണ്ണയിൽ തന്നെ അരച്ച് വെച്ചിട്ടുള്ള ചേരുവകൾ എല്ലാം ഇട്ട് വഴറ്റിയെടുക്കാം. ആദ്യം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരച്ചതാണ് വഴറ്റിയെടുത്തത്. അതിനുശേഷം അതൊന്ന് മൂത്ത് വരുമ്പോൾ തക്കാളി അരച്ചതും സബോള അരച്ചതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. സബോളയും തക്കാളിയും ഒക്കെ ഇങ്ങനെ അരച്ച് ചിക്കൻ കറി വെക്കുന്നവരുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. കാരണം മിക്കവരും അരിഞ്ഞിട്ടാണ് സബോളയും തക്കാളിയും ഒക്കെ നീളനെ അരിഞ്ഞിട്ട് വഴറ്റിയിട്ടാണ് സാധാരണ ചിക്കൻ കറിയൊക്കെ വെക്കാറ്. ഇങ്ങനെ അരച്ച് വെക്കുന്നവർ ചിലപ്പോൾ ചുരുക്കം പേരേ ഉണ്ടാവത്തുള്ളൂ. ഇങ്ങനെ വെക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്രേവി നല്ലോണം ഉണ്ടായിരിക്കും, നല്ല തിക്കായിരിക്കും, നല്ല കുഴമ്പായിട്ട് നമുക്ക് ചിക്കൻ കറി കിട്ടും. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റി എടുക്കാം. ശേഷം മല്ലിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് നല്ലോണം മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്യണം. നേരത്തെ അരച്ച് വെച്ചിട്ടുള്ളതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ ഞാൻ ആ വെള്ളം ചേർക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നല്ലോണം ഒന്ന് അത് വേവിച്ചെടുക്കണം. ഒരു തിള വരുമ്പോഴാണ് കേട്ടോ അതിന് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത്. നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. തിള വരുമ്പോൾ മാത്രമാണ് കേട്ടോ മസാലപ്പൊടി ചേർക്കേണ്ടത്. അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് ഇടുന്ന വീഡിയോ ഞാൻ എടുത്തില്ല, അപ്പോൾ ഇട്ടതിന് ശേഷമാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് ലാസ്റ്റ് സ്റ്റെപ്പാണ്. ഈ കുരുമുളക് പൊടി ഏറ്റവും ലാസ്റ്റേ ഇടാൻ പാടുള്ളൂ. ഇനി ഇത് നല്ലോണം തിളച്ച് വരട്ടെ. ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ ചിക്കൻ കറി തയ്യാറായിട്ടുണ്ട്. ചോറിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും കേട്ടോ. നല്ല ഗ്രേവിയൊക്കെ ഉള്ളത് കൊണ്ട് പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും ഒക്കെ വളരെ നല്ല കോമ്പിനേഷനാണ് ഇത്. ചിക്കൻ വറുത്തിട്ടും സബോള അരച്ചിട്ടും ഇതുപോലെ വെക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ കൂടെ കൂടിക്കോണേ. ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ടാറ്റാ.